ഹായ്, ഈ വീഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക് ഓപ്പണിംഗ് ബാലൻസ് എൻട്രി എന്നുള്ളതാണ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് ഒരു എമൗണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് എമൗണ്ട് കിട്ടാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എൻട്രി ചെയ്യാമെന്നുള്ളതാണ്. അതിന് അക്കൗണ്ട്സ്, ട്രാൻസാക്ഷൻസ്, ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്തതിന് ശേഷം ഏത് പാർട്ടിക്കാണ് ആ പാർട്ടിയെ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പാർട്ടി ചൂസ് ചെയ്യുന്നു. ഈ പാർട്ടിക്ക് ഈ സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ആ പാർട്ടിക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കിട്ടാനുണ്ട്. ഡെബിറ്റായിട്ടും ക്രെഡിറ്റായിട്ടും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ആദ്യം ആ എമൗണ്ട് എൻട്രി ചെയ്യാം. ഇപ്പോൾ ഒരു 10,000 രൂപയാണെങ്കിൽ 10,000 രൂപ. അതിനുശേഷം ആ എമൗണ്ട് ഡെബിറ്റാണോ ക്രെഡിറ്റാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഡെബിറ്റ് എമൗണ്ടാണ് നമ്മൾ എൻട്രി ചെയ്യാനുള്ളതെങ്കിൽ ഡെബിറ്റ് ചൂസ് ചെയ്യുക. നരേഷൻ എൻട്രി ചെയ്യണമെങ്കിൽ നരേഷൻ എൻട്രി ചെയ്യാം. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആഡ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് ഏത് എംപ്ലോയി ആണ് ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഓപ്പണിംഗ് ഡേറ്റ്, ഈ പാർട്ടിക്ക് ഇപ്പോൾ ഓപ്പണിംഗ് എൻട്രി ഡേറ്റ് വരുന്നത് 1/4 ആണെങ്കിൽ നമുക്ക് ആ ഡേറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ റെഫറൻസ് ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ABC പ്രൈവറ്റ് ലിമിറ്റഡിന് 10,000 ക്രെഡിറ്റ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് പാർട്ടീസിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ എൻട്രി തന്നെ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ആഡ് ചെയ്യാം. ഒരു 20,000 ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് ആഡ് ചെയ്യുന്നു. അത് എല്ലാ എൻട്രീസും ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ 10,000 ഡെബിറ്റ് എമൗണ്ട്, 20,000 ക്രെഡിറ്റ് എമൗണ്ട് എന്നുള്ള ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് അത് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മോഡിഫൈ ചെയ്യാനും പറ്റും. അതിനുശേഷം ആ പാർട്ടിയുടെ ലെഡ്ജറിൽ ചെക്ക് ചെയ്താൽ ആഡ് ചെയ്ത ഡേറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ആ എമൗണ്ട് ഡെബിറ്റാണോ ക്രെഡിറ്റാണോ കൊടുത്തത് അതിനനുസരിച്ച് ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ടിൽ കാണിക്കും.